പക്ഷേ ഇപ്പം നെഗറ്റീവ് എനർജി ഒന്നുമില്ല, പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. പോസിറ്റീവാണ്. സാറിൻ്റെ പേരെന്താ? രാഹുൽ. സാറിന് ബാധാദോഷമാണ്. സാറിൻ്റെ ഓർമ്മയിലായിരിക്കണമെന്നില്ല. കുറേ കാലങ്ങൾക്ക് മുമ്പ് ആ പ്രേതമാണ് കൂടെ ഉള്ളത്. സാറിന് ഇപ്പോൾ എത്ര വയസ്സായി? 27. സാറേ, ഇത് 100 വർഷത്തിനടുത്ത് പഴക്കമുണ്ട്. ജീസസിൻ്റെ എനർജി ബോഡി വിളിച്ചു, ഞങ്ങളോട് പറഞ്ഞു എല്ലാവരുടെയും നിന്നെക്കൂടെ ഇതിൻ്റെ കോപ്പി ഉണ്ടെന്ന്. യേശുവിനെ വിളിച്ചു വരുത്തി? യേശുവിൻ്റെ എനർജി ബോഡിയെ വിളിച്ചു വരുത്തി. സാറേ വിശ്വസിക്കുകയല്ല, അതാ പറഞ്ഞു. സൂര്യൻ ഒന്നല്ലേ ഉള്ളൂ, പാത്രം അവിടെ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം നിന്ന് ഈ പാത്രത്തിൽ നോക്കിയാൽ സൂര്യൻ കാണുകയില്ലേ എന്ന് പറഞ്ഞു. ഇതിൻ്റെ കോപ്പി എല്ലാവരുടെയും മുന്നിൽ സ്കാൻ ചെയ്ത് നോക്കിക്കോളാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ സാറേ ഒരു 6 അടി ഉയരം വരും. ഇന്ന് അബാക്കിനൊപ്പം പുതിയൊരു അതിഥിയാണ് NG രവീന്ദ്രൻ നായർ സാർ. സാർ നമസ്കാരം. നമസ്കാരം സാറ്. 10-17 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ പെൻഡുലവുമായിട്ട്. എനിക്കൊന്ന് അങ്ങുമായിട്ട് സംസാരിച്ച സമയത്ത് അങ്ങ് പറഞ്ഞതാണ്, അങ്ങ് റേക്കി പഠിച്ചിട്ടുണ്ട്, പ്രാണിക് ഹീറ്റിംഗ് പഠിച്ചിട്ടുണ്ട്, ജ്യോതിഷം പഠിച്ചിട്ടുണ്ട്, അങ്ങനെ വാസ്തു പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെ പറ്റിയും അങ്ങ് പഠിച്ചിട്ടുണ്ട്. ഈ 10-17 കൊല്ലമായിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ ഒരു യാത്ര പെൻഡുലവുമായിട്ട്. ഈ പെൻഡുലം എന്ന് പറയുന്ന ഒരു ഗൂഢശാസ്ത്രമായിട്ടാണ് പലരും പറയുന്നത്. പക്ഷെ അത് വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്നതാണ് എന്ന് പലരും പറയുന്നുണ്ട്. ഇത് എങ്ങനെയാണ് അങ്ങ് ഇത് പഠിച്ചത്? ഞാനിത് പഠിക്കണം എന്ന് വിചാരിച്ച ജ്യോതിഷം പഠിക്കാൻ വേണ്ടി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആരോടും ചോദിച്ചൊന്നുമില്ല. ഞാൻ കോട്ടയം ടൗണിൽ കൂടി നടന്ന ഒരു ബോർഡ് കണ്ടു. അപ്പോൾ അതിനകത്ത് പെൻഡുല ശാസ്ത്രം, പിന്നെ ഗോളകം, ജ്യോതിഷം ഇതെങ്ങനെയൊക്കെ കണ്ടു. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പെൻഡുലം എന്താണെന്ന് അറിയണം തോന്നി. അങ്ങനെ ഞാൻ ആ സാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അല്ലാണ്ട് ഈ പെൻഡുലത്തിൻ്റെ ബാക്കി കുറേ ചരിത്രങ്ങളൊക്കെ സാറ് പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്. ചൈനയിലാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലുമുണ്ട്. ഈ 2ാം ലോകത്തെ കാലത്തും മറ്റൊക്കെ ഈ മണ്ണിനടി കിടക്കുന്ന ഈ മൈന ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കാനും വെള്ളം കണ്ടുപിടിക്കാനും ഒക്കെ ഈ പെൻഡുലം ഉപയോഗിച്ചിരുന്നു. ഇന്ന് ഇങ്ങനെ ഗൂഢമായിട്ടുള്ള പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത്, നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അതിൻ്റെ ഗതി മനസ്സിലാക്കാൻ വേണ്ടി പെൻഡുലം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ പെൻഡുലം വെച്ച് എങ്ങനെയാണ് നമ്മൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ അറിയുന്നത്? അങ്ങ് പറഞ്ഞു, ഇപ്പോൾ അങ്ങേ കൂടുതലും ആളുകൾ വിളിക്കുന്നത് ഭൂമിയിലുള്ള ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ദുർമന്ത്രവാദം, നെഗറ്റീവ് എനർജി, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് അങ്ങേ കൂടുതലും വിളിക്കുകയെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് ഒരു ഭൂമിയിലുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് ഒരു പെൻഡുലം വെച്ച്? പെൻഡുലം വെച്ച് അറിയുന്നത് നമ്മൾ പെൻഡുലത്തോട്ട് നമ്മൾ എനർജി കൊടുക്കുകയെന്ന്, പോസിറ്റീവ് എനർജി കൊടുക്കുന്നത്. ഗ്ലേസ് ചെയ്തിച്ച് പെൻഡുലം ഗ്ലേസ് ചെയ്തിച്ച് പോസിറ്റീവ് എനർജി കൊടുക്കും. പോസിറ്റീവ് എനർജി കൊടുക്കുന്നത് ആ എനർജി കൊണ്ടാണ് നമ്മളിത് നമ്മൾ ഇതെല്ലാം മനസ്സുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ നാക്കുകൊണ്ട് ചൊടി കൊണ്ട് വന്നും വേണം, നമ്മുടെ മനസ്സ് ചിന്തിച്ചാൽ മതി. നമ്മൾ മനസ്സ് ചിന്തിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ ഫലങ്ങൾ അതിന് ചലനമുണ്ട്. ഓരോന്നിനും ഇന്ന ചലനം, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടൊക്കെ ചലിക്കും. അപ്പം നോക്കി വയ്ക്കുന്ന ആൾ ഇതെല്ലാം ഒന്നും മനസ്സിലാകുന്നത്. ചിലപ്പോൾ അത് വലത്തോട്ട് ചലിച്ചെന്നിരിക്കും, ചിലപ്പോൾ ഇടത്തോട്ട് ചലിച്ചെന്നിരിക്കും, ചിലപ്പോൾ നേരെ ചലിച്ചെന്നിരിക്കും. ഇങ്ങനെയൊക്കെ ചലനങ്ങളൊക്കെ വരും. പക്ഷെ അത് നോക്കി വയ്ക്കുന്ന ആളിനൊന്നും മനസ്സിലാകണമെന്നില്ല. പഠിച്ച ആളാണെങ്കിൽ പോലും മനസ്സിലാകണമെന്നില്ല. ഈ പെൻഡുലത്തെ ഗൂഢശാസ്ത്രം എന്നാണ് ഈ പെൻഡുല ശാസ്ത്രം പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ പെൻഡുലത്തിൻ്റെ ഒരു കഴിവാണോ അതോ അത് ഉപയോഗിക്കുന്ന ആളുടെ മനസ്സിൻ്റെ പവറാണോ? യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ആളിൻ്റെ മനസ്സിൻ്റെ കഴിവാണ്. പെൻഡുലം ഒരു ഒരു വസ്തു എന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ. പിന്നെ അതിന് എനർജിയുണ്ട്. പഞ്ചലോകം കൊണ്ടുള്ളതാണെങ്കിൽ പവർ കൂടുതലുണ്ട്, സ്വർണം കൊണ്ടുള്ളതാണ്, മെർക്കുറി കൊണ്ടുള്ള പെൻഡുലമുണ്ട്, അതായത് രസമണി എന്ന് പറയും. ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ഉപയോഗിച്ചാൽ അതിൻ്റെ കൂടുതൽ ഫലങ്ങളുണ്ട്. നമ്മൾ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നു, മൂർച്ചയില്ലാത്ത ആയുധങ്ങൾ ഉപയോഗിച്ചാൽ പ്രത്യേക ലോകം കൊണ്ട് ആയുധം ഉണ്ടാക്കി അങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞില്ലേ. നല്ല പ്ലേറ്റ് കൊണ്ട് ആയുധം ഉണ്ടാക്കിയാൽ നല്ല മൂർച്ച കിട്ടും എന്ന് പറഞ്ഞവരേ ഉള്ളൂ. അങ്ങ് ഏതൊക്കെ തരത്തിലുള്ള പെൻഡുലങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത്, പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് രുദ്രാക്ഷമാണ്. പിന്നെ പിച്ചള കൊണ്ടുള്ള പിന്നെ കൈവശമുള്ളത് അതൊന്ന് കാണിക്കാമല്ലോ. ഇത് രുദ്രാക്ഷം കൊണ്ടുള്ള പെൻഡുലമാണിത്. രുദ്രാക്ഷമാണിത്. ഈ രുദ്രാക്ഷം കൊണ്ടുള്ള ഗുണം എന്താ ചെയ്തുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ
മരിച്ചു പോകും എന്നുള്ള അവസ്ഥയിൽ നെഗറ്റീവ് എനർജിയുടെ ആധിക്യം കൊണ്ട് ഞാൻ ഇതുകൊണ്ട് എഴുന്നേൽപ്പിച്ചാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് ക്രിസ്റ്റൽ വെച്ചുള്ളതാണ് പെൻഡുലം എന്നല്ലേ? എങ്ങനെയാണ് ഈ രുദ്രാക്ഷം വെച്ചിട്ട്? രുദ്രാക്ഷം വെച്ചതെന്ന് വെച്ചാൽ എന്നെ പഠിപ്പിച്ച സാറ് ഒരു ഹീലിംഗ് നടത്തി കഴിഞ്ഞപ്പോൾ ഈ പെൻഡിൽ ഉപയോഗിച്ചു. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഇതുകൊണ്ട് ഹീൽ ചെയ്യുന്ന പോലെ മറ്റുള്ളതുകൊണ്ട് ഹീൽ ചെയ്ത് പറ്റുന്നില്ല. വേറെ ഉണ്ട്, പഞ്ചലോകം കൊണ്ടുള്ളതാണെങ്കിൽ നടക്കും. പക്ഷേ നമുക്ക് എളുപ്പം ഒരു പെൻഡുലത്തിൻ്റെ തൂക്കം എന്ന് പറയുന്നത് 20 ഗ്രാമാണ്. 20 ഗ്രാം അതിൽ കൂടാൻ പാടില്ലെന്നാണ്. അതുപോലെ തന്നെ ഒരു സിറ്റിങ് ഒരാൾക്ക് വേണ്ടി ഇരിക്കുന്നത് 20 മിനിറ്റേ ഇരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ വിശ്രമിച്ച് പിന്നെ നോക്കാവുള്ളതാണ്. അങ്ങനെയാണ് തത്വം. പിന്നെ ചില പ്രത്യേക ചതുർദശി, ചതുർത്ഥി, കർത്തവാവ്, ത്രയോദശി ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പെൻഡുല ശാസ്ത്രം കൈകാര്യം ചെയ്യരുതെന്നാണ്. എന്നാൽ ഇതൊക്കെ ചില സമയത്ത് വേണ്ടി വരുന്നുണ്ട്, ഞാൻ നോക്കാറുമുണ്ട്. പക്ഷേ കൂടുതൽ ഫലം കിട്ടണമെങ്കിൽ അതല്ലാത്തൊരു ദിവസങ്ങളിലാണ്. പിന്നെ ഇതൊക്കെ രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മളിങ്ങനെ പരസ്യമായിട്ടൊന്നും ചെയ്യാറില്ല. 4 പേര് ചെയ്ത് ഇങ്ങനെ അങ്ങനെ ചില സമയത്ത് ഇത് വേണ്ടി വരും. പിന്നെ ഞാൻ എന്നെ കിണറിൻ്റെ സാധനം കാണാൻ വിളിക്കും. ഇതുപോലെ ഉഗ്രമായ തെളിവുള്ള അവസരത്തിൽ കിണറിൻ്റെ സാധനം കാണാൻ വിളിച്ചു. അപ്പോൾ ഒരു കണ്ടവാ അടുത്തൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ കാണാൻ വന്ന ആൾക്കാർ അന്നേരം പറഞ്ഞാലോ ഇവിടെ എവിടെ കുത്തിയാലും കിണറില്ലേ വെള്ളം ആണല്ലോന്ന് പറഞ്ഞു. ഞാൻ പെൻഡിലെടുത്തൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ തോടിൻ്റെ ഈണ്ടിക്ക് കണ്ടത് എവിടെയൊന്ന് കുത്തി നോക്കിയാൽ വെള്ളം കിട്ടാൻ ഞാനൊരു പന്തായം പിടിച്ചേക്കാന്ന് പറഞ്ഞു. കാരണം വെള്ളമില്ലെന്ന് എനിക്കറിയാം, മനസ്സിലാക്കിയാൽ അല്ലാണ്ട് ചുമ്മാ പറയാൻ പറ്റുമല്ലോ. പക്ഷേ ഇവരാരും മനസ്സിൽ ഉദ്ദേശിച്ചാർത്തല്ല ഞാൻ കണ്ട സാധനം കണ്ടെത്തി സാധനം കണ്ടു. പക്ഷേ തോടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം ഈ മനുഷ്യൻ പറയുന്നത് പോലെ മാത്രമൊന്നുമല്ല സംഗതിയുടെ പോക്ക്. നമുക്ക് മനസ്സിൻ്റെ സത്യമുണ്ട്, ആ സത്യം അനുസരിച്ചാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഈ രുദ്രാക്ഷം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഗുണങ്ങളെ പറ്റി ഒന്ന് പറയാമോ? പറയാമല്ലോ. ഇതിനകത്ത് സ്വർണത്തിൻ്റെ അംശം ഉണ്ടെന്നാണ് പറയുന്നത്. രുദ്രാക്ഷത്തിനകത്തുണ്ട്. അത് രുദ്രാക്ഷത്തിൻ്റെ അകത്ത് സ്വർണത്തിൻ്റെ അംശമുണ്ട്. ഇതിനെയൊക്കെ വില കൂടിയ രുദ്രാക്ഷമുണ്ട്. അതിനൊക്കെ 10,000, 1000, 2000 അതിനകത്തൊക്കെ ഒരു സ്വർണ്ണാംശമുണ്ട്. അതൊരു പ്രത്യേകതയാണ്. ഇത് വളരെ രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ വളരെ മഹത്വകരമാണ്, മറ്റു കാകൾ പോലെയല്ല. ഇതുകൊണ്ട് ഞാൻ ഈ ചില ഈ നെഗറ്റീവ് എനർജി ഒക്കെ എടുക്കാൻ പോവുകയാണെങ്കിൽ ഇതുപോലത്തെ മുഴുത്ത രുദ്രാക്ഷമാലയുണ്ട്, അത് എനർജി വെച്ച് അത് കഴുത്തിയിട്ടുണ്ടാവും. എന്തിനാ? നെഗറ്റീവ് ഏക്കാതിരിക്കാൻ. അത്രമാത്രം കഴിവുള്ളതാണ്. രുദ്രാക്ഷം നിസ്സാരമല്ല, വലുത് തന്നെ. ഈ രുദ്രാക്ഷം വെച്ച് ഹീൽ ചെയ്യാനും കഴിയുമോ? കഴിയാൻ പറ്റും, ചെയ്യാം. ഇതെല്ലാം ചെയ്യാന്ന് വെച്ചാൽ ഈ രുദ്രാക്ഷത്തിനായിട്ട് നമ്മൾ പോസിറ്റീവ് എനർജി കൊടുക്കും. ഇതെങ്ങനെയാണ് ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുവച്ച് അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അറിയാൻ കഴിയും? ഈ പെൻഡിലെങ്ങനെ ഗ്ലേസ് ചെയ്യാന്ന് പറയും, അതായത് ഗ്ലേസ് ചെയ്യിച്ചാൽ ശുദ്ധി ചെയ്യാന്ന് പറയും. എന്നിട്ട് നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന്, അതായത് പരന്ധാമൽ എനിക്കോരോ ഉപാസന ദേവതയുള്ള ആ ദേവതമാരെയൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഈ എനർജി നമ്മളിലൂടെയാണ് കൊടുക്കുന്നത്. ആ ഈ പോസിറ്റീവ് എനർജി കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാണ് ആ പെൻഡിലുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പെൻഡുലത്തിനോട് ചോദിക്കുകയാണ്? അതെ അതെ, നമ്മൾ വേറെ ആരോടല്ല ചോദിക്കുന്നത്, ഈ പെൻഡുലത്തോട് ആവശ്യം. അന്നത്തെ ആ ചൈതന്യം അതിനകത്തുണ്ട്. ഇവിടെ എനർജിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പെൻഡുലം കാണിച്ചു തരും. ഒന്ന് നോക്കാൻ കഴിയും? നോക്കാമല്ലോ. ഇവിടെ ഇപ്പം നെഗറ്റീവ് എനർജി ഒന്നുമില്ല, പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. പോസിറ്റീവാണ്. സാറിൻ്റെ പേരെന്താ? രാഹുൽ. രാഹുൽ. സാറിന് ബാധാദോഷമുണ്ട്. ഇനി എന്നതാന്ന് കണ്ടുപിടിക്കണം. സാറിൻ്റെ സ്വന്തത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിഷം കഴിച്ച് മരിച്ചിട്ടുണ്ടോ? ഇല്ല. സാറിൻ്റെ ഓർമ്മയിലായിരിക്കണമെന്നില്ല. കുറേ കാലങ്ങൾക്ക് മുമ്പ് ആ പ്രേതമാണ് കൂടെ ഉള്ളത്. ഒരു സ്ത്രീയാണ് ദുർമരണത്തിൽപ്പെട്ടത്. ആ ദുർമരണത്തിൽപ്പെടുന്നത് വണ്ടി അപകടമാകാം, തൂങ്ങിയവനാകാം, മറ്റൊരാളുടെ കൈ കൊണ്ട് മരിക്കുന്നതാകാം, വിഷം കഴിച്ചാൽ ഇതൊക്കെ ദുർമരണങ്ങളാണ്. അങ്ങനെ എൻ്റെ അറിവിൽ ആരുമില്ല. ഉണ്ടെന്നാണ് കാണുന്നത്. ഞാൻ നോക്കട്ടെ എത്ര വർഷം പഴക്കമുണ്ടെന്ന്. സാറിന് ഇപ്പോൾ എത്ര വയസ്സായി? 27. 27. സാറേ, ഇത് 100 വർഷത്തിനടുത്ത് പഴക്കമുണ്ട്. സാർ അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. 100 വർഷം പഴക്കമുള്ള? ഏതാണ്ട് 90 വർഷം വരെ കിട്ടി. ഇങ്ങനൊരു സ്ത്രീ ദുർമരണത്തിൽപ്പെട്ടതാണ്. അതിനൊരു വകയും ചെയ്തിട്ടില്ല. അതിൻ്റെ പ്രാണന് രക്ഷ ഉണ്ടായുള്ള ഒരു കർമ്മങ്ങളും നടത്തിയിട്ടില്ല. അതിങ്ങനെ അലഞ്ഞു തിരിയും. അതിങ്ങനെ ഈ ഓരോരുത്തരുടെ അടുത്തൂടെ കൂടും. എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം എന്താ? ഇപ്പോൾ സാറിൻ്റെ കൂടെ ഉണ്ട്.
ആ സാധനം. 100 വർഷം പഴക്കമുള്ള ആ ആത്മാവിലൂടെ. ഉണ്ട്. അതിനൊന്നും മോചനമായിട്ടില്ല. മോചനമാണെങ്കിൽ ആ പ്രേതത്തെ ശുദ്ധി ചെയ്യണം. ശുദ്ധി ചെയ്യാനുള്ള കർമ്മം ഓരോ മതസ്ഥർക്കും ഓരോ തരത്തിലുണ്ട്. ആ രീതിയിൽ കൂടെ ശുദ്ധി ചെയ്ത് അവർക്ക് അവരുടെ കെട്ടഴിച്ച് വിട്ട് അവരെ സ്വതന്ത്രമാക്കി വിട്ടെങ്കിൽ അവർക്ക് മോചനമാകുള്ളൂ. അവർക്ക് മോചനമില്ല. ഇപ്പോഴും യമൻ്റെ പിടിയിൽ കൂടെ കിടക്കുന്നതാണ്. അതിങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ കൊണ്ട് അപകടത്തിൽ ചടിച്ചെന്നിരിക്കും. ചിലപ്പോൾ സാറിൻ്റെയൊക്കെ ഈശ്വരീയമായിട്ടുള്ള ബലം കൊണ്ട് ചിലപ്പോൾ അതൊന്നും പറ്റാതെ വരും. പക്ഷേ അത് സാറിനെ അനുഗമിച്ച് ഇരിക്കാൻ എത്ര വർഷമായി നോക്കട്ടെ. പത്ത് വർഷത്തിന് മുകളിലായി കൂടെ കൂടിയിട്ട്. ഉം. സാറിനെ നന്നാക്കാനല്ല, സാറിനെ ഉപദ്രവിക്കാനാണ് കൂടിയിരിക്കുന്നത്. പിന്നെ സാറിനെ നന്നാക്കുക എന്നുള്ള ലക്ഷ്യമൊന്നുമല്ല. എവിടെയാലും കൊണ്ട് ഉരുട്ടിയിടും. അത് ഒരു സത്യം തന്നെയാണ്. ഇത് എപ്പോഴെങ്കിലും സൗകര്യം ഓരോരുത്തർ ഓരോ ദശാഘട്ടങ്ങളുണ്ട്. ചില ദശാഘട്ടങ്ങളിൽ അടുക്കാൻ മേല വരും, ബലഹീനത വരും. അന്നേരമാണ് പിടുത്തം വീഴും. അന്നേരം ഈ പറയുന്ന പണിയൊക്കെ നടക്കും. അതായത് നിങ്ങൾ ബാധിച്ചിട്ട് അത് നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്താഗതിക്ക് വരെ മാറ്റം വരും. പക്ഷെ ഇതെങ്ങനെയാണ് ഒരു 100 വർഷം മുമ്പിട്ടുള്ള ആത്മാവ് നമ്മുടെ കൂടെ പോകണ്ടേ? ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് പോകണ്ടേ? ഇതൊക്കെ ഇത് ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇത് ചുമ്മാ തമാശ കേൾക്കുമ്പോൾ അന്ധവിശ്വാസം, ഇതൊക്കെ യാഥാർത്ഥ്യം. സാറേ ഞാൻ ഒരുപാട് യുക്തിവാദിയായിട്ട് തന്നെ ജീവിച്ച ആളാണ്. ഞങ്ങൾ നടന്ന സംഭവം പറയുക. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോട്ടയത്ത് പിന്നെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾ 10-15 പേരുണ്ട്. അതിൽ എല്ലാം ഉന്നതന്മാരായ ആൾക്കാരാണ്. വലിയ ബാങ്ക് മാനേജർമാരും പോലീസ് ഓഫീസേഴ്സും പിന്നെ ബാങ്ക് ഓഫീസേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ വന്നിരിക്കുന്നത്. അവരുടെ ഇടയ്ക്കാണ് ഞാനും പോയിരുന്നത്. ഇനി ഇരുന്ന അവസരത്തിൽ പിന്നെ അതൊരു നാരായണൻകുട്ടി സാറെന്ന് പറഞ്ഞ സാറാണ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. 98 വയസ്സുണ്ട്. അദ്ദേഹത്തോട് ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ സ്കാനിങ് പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ് ചോദിച്ചത്, സാറേ യേശു ക്രിസ്തു എന്ന് പറയുന്ന ആൾ പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചതെന്ന് ഇങ്ങനെ ബൈബിൾ എഴുതിയിട്ടുണ്ട്, സത്യമാണോ സാറേ ചോദിച്ചു. അന്നേരം സാറ് ചോദിച്ചു, എന്തിനാ ഈ ആവശ്യമില്ലാത്തൊക്കെ അന്വേഷിക്കാൻ പോകുന്നത്? അത് വേണ്ടാത്ത കാര്യമല്ലേ, എന്തിനാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്? അല്ല സാറേ, സത്യം അറിയണമെന്ന് പറഞ്ഞു. സത്യം അറിയണം നിർബന്ധമാണെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഉടനെ ഞങ്ങളോട് പറഞ്ഞു, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. എന്നിട്ട് സാറ് പറഞ്ഞു, ഞാൻ ജീസസിൻ്റെ എനർജി ബോഡി ഇഞ്ഞിട്ട് വിളിക്കുകയെന്ന് പറഞ്ഞു. ജീസസിൻ്റെ എനർജി ബോഡി വിളിച്ചു. ഞങ്ങളോട് പറഞ്ഞു, എല്ലാവരുടെയും മിന്നക്കൂടെ ഇതിൻ്റെ കോപ്പി ഉണ്ടെന്ന് പറഞ്ഞു. യേശുവിനെ വിളിച്ചു വരുത്തി? യേശുവിൻ്റെ എനർജി ബോഡിയെ വിളിച്ചു വരുത്തി. സാറേ വിശ്വസിക്കുകയല്ല, അതാ പറഞ്ഞത്. ഞങ്ങളെല്ലാം മിന്നക്കൂടെ എൻ്റെ കോപ്പി ഉണ്ടെന്ന് പറഞ്ഞു. സാറേ സൂര്യൻ ഒന്നല്ലേ ഉള്ളൂ, പാത്രം അവിടെ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം നിന്ന് ഈ പാത്രത്തിൽ നോക്കിയാൽ സൂര്യൻ കാണുകയില്ലേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോപ്പി എല്ലാവരുടെയും സ്കാൻ ചെയ്ത് നോക്കിക്കോളാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ സാറേ ഒരു 6 അടി ഉയരം വരും. ഈ പറയുന്ന പടത്തിൽ കാണുന്നത് തന്നെ ഈ താടിയും തലയും എല്ലാം ഉണ്ട്. നമ്മളെ കയ്യെത്തിട്ടും കണ്ടുകൊണ്ട് കാണത്തില്ല സാറേ. യേശുവിനെ നേരിട്ട് കണ്ട്? നടന്ന സംഭവം പറയുന്നത് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഈ താടിയും ഈ തലമുടിയും ഈ കയ്യ നീളമുള്ള കയ്യാ, ഒരു 6 അടി പൊക്കം വരും. ഈ കൈക്ക് നല്ല നീളമുണ്ട്, നീളമുള്ള കുപ്പായം ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലായോ എന്ന് ചോദിച്ചു. എല്ലാ ആൾക്കാരും ഉണ്ട്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുസും എല്ലാം അതിനകത്ത് ഇരിപ്പുണ്ടെന്ന്. എല്ലാവരും ഒന്ന് തന്നെയാണ് പറഞ്ഞത്. ശരിയാ സാറേ, അവരെല്ലാവരും കണ്ടു യേശു? എല്ലാവർക്കും ഇല്ല, കാണാൻ പറ്റുകയില്ല, കണ്ണുകൊണ്ട് കാണത്തില്ല, കൈ കൊണ്ട് തപ്പി നമുക്ക് ആ സ്പർശനമേ അറിയത്തുള്ളൂ. സ്കാനിങ് എന്ന് പറയും, അങ്ങനെയാണ് ഈ സ്കാനിങ്. അതിൻ്റെ ആ സ്പർശനം കൊണ്ടേ നമുക്കറിയാൻ പറ്റുള്ളൂ. അത് പ്രാക്ടീസ് കൊണ്ടേ പറ്റുള്ളൂ. ഒരു ദിവസം 2 ദിവസം കൊണ്ടല്ല, നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്തെങ്കിലേ നമുക്കിതൊക്കെ കിട്ടുള്ളൂ. പ്രാണി ഹീലിങ് ഈ റേക്കിയൊക്കെ പഠിക്കുന്നവർക്ക് ഇത് കിട്ടും.